Hello and welcome to yet another session of grammar learning. We were discussing about classification of words in the category Shabda Vichar. രണ്ട് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഉത്പത്തി കെ ആധാർ പർ, അതുപോലെ തന്നെ ബനാവട്ട് യാ രചന കെ ആധാർ പർ. ഈ രണ്ട് ക്ലാസിഫിക്കേഷനും നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് മൂന്നാമത്തെ കാറ്റഗറി ഓഫ് ക്ലാസിഫിക്കേഷനാണ് അർത്ഥ് കെ ആധാർ പർ. അർത്ഥ് കെ ആധാർ പർ വേർഡ്സിനെ, വാക്കുകളെ ഹിന്ദിയിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബ്രോഡ് ക്ലാസിഫിക്കേഷൻ വാചക് ശബ്ദ്, ലാക്ഷണിക് ശബ്ദ് ആൻഡ് വ്യഞ്ജക് ശബ്ദ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. വാചക് ശബ്ദ് എന്ന് പറയുമ്പം ജിൻകാ एक मुख्य अर्थ होता है और उसे हम आसानी से समझ पाते हैं. ആ ഒരു വാക്ക് കേട്ടാൽ നമുക്ക് വേറെ ഒന്നും കൺഫ്യൂഷൻ ഇല്ല. ആ വാക്കിൻ്റെ അർത്ഥം താനേ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. അതിൻ്റെ ലിറ്ററൽ സെൻസ്, ആ വേർഡിൻ്റെ ലിറ്ററൽ സെൻസ് അത് കേട്ട പാടെ തന്നെ, ഇപ്പം നമ്മൾ രാം അതൊരു പയ്യൻ്റെ പേരാണെന്നും, അല്ലെങ്കിൽ ഗംഗ, മലയാളത്തിലാണെങ്കിൽ കസേര, മേശ എന്നൊക്കെ കേൾക്കുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം, ആ ഇമേജ് നമുക്ക് ക്ലിയറാണ്. ഓരോ ലാംഗ്വേജിലും ഓരോ വേർഡ്സിനും ഒരു പർട്ടിക്കുലർ മീനിങ് കാണുമല്ലോ. ലൈക്ക് മലയാളത്തിലാണെങ്കിൽ നമ്മൾ കസേര എന്ന് പറയുമ്പോൾ നമ്മൾക്കത് ചെയർ ആണെന്നുള്ളൊരു ഫീലിംഗ് പ്രഥമ ദൃഷ്ട്യാ തന്നെ മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവുന്ന വാക്കുകളെയാണ് വാചക് ശബ്ദ് എന്ന് പറയുന്നത്. അതിനെ വാച്യാർത്ഥം എന്നും പറയും. ആ വാചക് ശബ്ദ് യൂസേജിൽ വരുമ്പോൾ അതിനെ വാച്യാർത്ഥം എന്ന് പറയും. എന്ന് വെച്ചാൽ നമുക്കതിൽ പിന്നെ വേറെ കൺഫ്യൂഷൻ ഇല്ല. ആ വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഗായ്, ഹിന്ദിയിൽ ഗായ് എന്ന് കേട്ടാൽ അത് പശുവാണ്, അതിന് വേറെ ഡൗട്ടൊന്നുമില്ല. ലിറ്ററൽ സെൻസ് ഓഫ് എ വേർഡ്, അതാണ് ഇൻ ഷോർട്ടായിട്ട് പറഞ്ഞാൽ. അതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, അർത്ഥ് കെ ആധാർ പർ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നാം, അത് പിന്നെ എല്ലാ വേർഡ്സിനും എല്ലാ ലാംഗ്വേജസിനും ഓരോ മീനിങ് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അതിനെന്താണ് ഈ വാചക് ശബ്ദം എന്ന് എടുത്തു പറയുന്നത്? അത് നമ്മൾ ഈ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യുമ്പം കുറച്ചുകൂടെ ക്ലിയർ ആവും. നെക്സ്റ്റ് വൺ ലക്ഷക് ശബ്ദമാണ്, അല്ലെങ്കിൽ ലാക്ഷണിക് അർത്ഥ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിളിലൂടെ പറയാം വളരെ സിമ്പിളായിട്ട്. രാമു ഗധാ ഹെ എന്നുള്ളൊരു സെൻറ്റൻസ്. അപ്പോൾ ഇതിൽ നമുക്ക് രാമുവിൻ്റെ മീനിങ് എന്താ? ഒരു പയ്യൻ്റെ പേരാണെന്നറിയാം. ഗധ എന്ന് വെച്ചാൽ കഴുതയാണെന്നറിയാം. ഇവിടെ രാമു കഴുതയാണെന്നല്ല പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സെൻറ്റൻസിൽ രാമു ഒരു പയ്യൻ്റെ പേരാണ്, ഗധ കഴുതയാണ്. ഗധ കഴുതയെ സൂചിപ്പിക്കുകയാണ്, നമുക്കത് മനസ്സിലായി. അതാണ് അതിൻ്റെ വാച്യാർത്ഥം. പക്ഷേ ആ സെൻറ്റൻസിൽ നമ്മൾ ഈ വാക്യത്തിൻ്റെ മീനിങ് എന്താണ് എടുക്കുക? രാമു ഒരു കഴുതയെ പോലെ സെൻസ് ഇല്ലാത്തവനാണ്. ആ മീനിങ് ആണ് ലാക്ഷണികായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇവിടെ രാമു ശരിക്കും 4 കാലും വാലുമുള്ളൊരു കഴുതയാണെന്നല്ല ഉദ്ദേശിക്കുന്നത്. കഴുതയെ പോലെ ഒരു സ്റ്റുപ്പിഡാണ് രാമു എന്നാണ് നമ്മൾ ഈ വാക്കിൽ മനസ്സിലാക്കേണ്ടത്. അങ്ങനത്തെ വേർഡ്സിനെ, അതിൻ്റെ മീനിങ് ആ സെൻസിലെടുക്കുന്ന വേർഡ്സിനെയാണ് ലക്ഷക് ശബ്ദ് എന്ന് പറയുന്നത്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. രാംലാൽ കി ബഹു എക്ദം ഗായ് ഹെ. രാംലാലിൻ്റെ ഡോട്ടർ ഇൻ ലോ എക്ദം ഗായ് ഹെ. ഗായ് എന്ന് പറയുമ്പം ഇവിടെ പശുവാണെന്നല്ല, രാംലാലിൻ്റെ ഡോട്ടർ ഇൻ ലോ ഒരു പശുവാണെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഗായനെ പോലെ വളരെ പാവം പിടിച്ചതാണ്, അങ്ങനെ ഒരു യൂസേജ് ഉണ്ട് ഹിന്ദിയിൽ. രാംലാൽ കി ബഹു എക്ദം ഗായ് ഹെ. അല്ലെങ്കിൽ ആരെങ്കിലും പറയുക ഉസ്കെ ബേട്ടെ തോ ഷേർ ഹെ. ഓ, അവൻ്റെ മക്കൾ, മക്കളാണെങ്കിൽ ഷേറാണ്. ഷേർ എന്ന് പറയുമ്പോൾ ശരിക്കും ഷേറാണെന്നല്ല ഉദ്ദേശിക്കുന്നത്, നല്ല ബഹാദൂറാണ്, നല്ല ധൈര്യമുള്ളവരാണെന്നാണ് ഷേർ എന്ന് പറയുന്നത്. അല്ലേ ഒരു എക്സാമ്പിൾ പറയാം, രാജേഷ് കാ പുത്ര തോ ഊണ്ട് ഹോ ഗയാ ഹെ. രാജേഷിൻ്റെ മകൻ കണ്ടോ, അങ്ങ് ഊണ്ടിനെ പോലെയാണ്. ഊണ്ട് എന്തുവാണ്? ക്യാമൽ, ഒട്ടകത്തെ പോലെ അങ്ങ് വളർന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ലാക്ഷണിക് ശബ്ദ്. അപ്പം ലാക്ഷണിക് ശബ്ദ് എന്ന് പറയുമ്പോൾ വേ ശബ്ദ് जो किसी रूढ़ी के कारण या किसी प्रयोजन के लिए शब्द के मुख्यार्थ से संबंध किसी अन्य अर्थ का बोध कराता है.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റൂഢി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. റൂഢി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു രീതി. കാലാകാലങ്ങളായിട്ട് നമ്മൾ കഴുത എന്നുള്ള ഒരു സെൻസിൽ മനുഷ്യരെ വിളിക്കും. രാമു കഴുത, നീ ഒരു കഴുതയാണ്. നമ്മളാണെങ്കിൽ മലയാളത്തിൽ നീ ഒരു പോത്താണ്, എരുമയാണെന്നൊക്കെ പറയും. നമ്മൾ മനുഷ്യർ എല്ലാ മൃഗങ്ങളെയും അപമാനിക്കും, വളരെ സിമ്പിളായിട്ട് അല്ലേ. ശ്യാം തൂത്തോ ഉള്ളു ഹേ അങ്ങനെ പറയും. വിഡ്ഢി എന്ന രീതിയിലാണ് ഹിന്ദിയിൽ ശ്യാം തൂത്തോ ഉള്ളു ഹേ എന്ന് പ്രയോഗിക്കുന്നത്. പക്ഷേ സായിപ്പന്മാർ ഉള്ളൂന് നല്ല സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സായിപ്പന്മാരെ ആസ് വൈസ് ആസ് എൻ ഔൾ എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ അത് ഉള്ളു, ഗധ ഇതൊക്കെ നമ്മൾ സ്ഥിരം ലാക്ഷണികമായിട്ട് ഉപയോഗിക്കും. അപ്പോൾ അതാണ് ലാക്ഷണിക് ശബ്ദ്. നമ്മളിനി തേർഡ് ഡിവിഷനിലേക്ക് പോകാം. മൂന്നാമത്തെ അർത്ഥനെ ബേസ് ചെയ്തുള്ള വേർഡിൻ്റെ ഡിവിഷൻ വ്യഞ്ജക് ശബ്ദാണ്. ജിൻകാ न मुख्य अर्थ लिया जाता है न लाक्षणिक अर्थ, बल्कि जिनसे कोई गूढ़ या സാങ്കേതിക് അർത്ഥ പ്രാപ്ത് होता है. ഈ വ്യഞ്ജക് ശബ്ദിന് മുഖ്യ അർത്ഥം എടുക്കില്ല, ലാക്ഷണിക് അർത്ഥം എടുക്കില്ല. ഇത് രണ്ടും അല്ലാതെ ഏതോ ഒരു വേറെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്നതിനെയാണ് വ്യഞ്ജക് ശബ്ദം എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ഉദാഹरण के लिए यदि कुरुक्षेत्र से भाग कर आए व्यक्ति को देख कर कहा जाए तुम बड़े बहादुर हो. അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്? കുരുക്ഷേത്ര യുദ്ധത്തിൽ പേടിച്ചോടി തിരിച്ചു വരുന്ന ഒരു വ്യക്തിയോട് നമ്മൾ പറയുകയാണ് തും തോ ബഡേ ബഹാദൂർ ഹോ. അപ്പോൾ അവിടെ മുഖ്യാർത്ഥമല്ല, ലാക്ഷണിക് അർത്ഥമല്ല, ബഹാദൂർ ആണെന്നുള്ള മീനിങ് അല്ല, പിന്നെന്താണ്? നീ ഒരു വെറും ഭീരുവാണെന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അതിന് നേരെ വിപരീത ഒരു അർത്ഥമാണ് അതിൽ വരുന്നത്. ബഹാദൂർ ആണെന്നുള്ള മീനിങ് അല്ല. തും തോ ബഡേ ബഹാദൂർ ഹോ എന്ന് പറയുമ്പോൾ നീ വെറും പേടിത്തൊണ്ടനാണല്ലോ. തും ഗധേ ഹോ എന്ന് പറയുമ്പോൾ ആ വ്യക്തി ആ കഴുതയുടെ അർത്ഥം വീഴുന്നുണ്ട്. പക്ഷേ തും ബഡേ ബഹാദൂർ ഹോ എന്ന് പറയുമ്പോൾ ഇവിടെ ആ സെൻസിലല്ല പറയുന്നത്, ബഹാദൂർ ആണെന്നല്ല ഉദ്ദേശിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് വെറും ഒരു ഭീരുവാണെന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഒരു എക്സാമ്പിളൂടെ പറയാം. വ്യഞ്ജക് ശബ്ദിൽ അഗർ ആപ് കിസി ഹത്യാരെ സേ കഹേं വാഹ് ആപ്കി ദയാ കാ ക്യാ कहना. ഒരു കൊലപാതകിയുടെ അടുത്ത് നമ്മൾ പറയാണ്, ഓ താങ്കൾ വളരെ ദയാലുവാണല്ലോ, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ പറയുമ്പോൾ അതിനർത്ഥം അദ്ദേഹം ദയാലുവാണെന്നല്ല, ഇത്രയും ക്രൂരത നിങ്ങളെ കൊണ്ട് പറ്റുമല്ലോ, നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ കേട്ടോ എന്നുള്ള മീനിങ്ങാണ് നമ്മൾ വ്യംഗ്യാർത്ഥമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് വ്യഞ്ജക് ശബ്ദ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അർത്ഥ കെ ആധാർ പർ 3 ഡിവിഷൻ. ഇൻ ഷോർട്ട് നമുക്ക് സമ്മറൈസ് ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സസൈസിൽ 5th ക്വസ്റ്റ്യൻ ഇതിനെ ബേസ് ചെയ്താണ്. अर्थ के आधार पर शब्द भेद सोदाहरण समझाइए. എക്സാമ്പിൾ വെച്ച് പഠിച്ചാൽ നമുക്ക് പിന്നെ അത് മീനിങ് മറക്കില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ 2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് പാർട്ട് ബിയിൽ സെയിം ക്വസ്റ്റ്യൻ വന്നിരുന്നു. अर्थ के आधार पर शब्दों के कितने भेद हैं. അപ്പോൾ ഒന്നുകൂടി ഒന്ന് നോക്കാം. अर्थ के आधार पर शब्दों के 3 भेद हैं, वाचक, लाक्षणिक और व्यंजक. वाचक शब्द क्या है? जिनका एक मुख्य अर्थ होता है जिसे सुगमता से समझ में आता है. ഒരു മുഖ്യ അർത്ഥം ഉണ്ട് ആ വേർഡിന്, അത് ഈസിലി നമുക്ക് മനസ്സിലാവും. ഏതെങ്കിലും വേർഡ് അത് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ മീനിങ് നമുക്ക് സുഗമമായി മനസ്സിലാകുക, അതിൻ്റെ ലിറ്ററൽ സെൻസ് പിടികിട്ടുക, അതാണ് വാചക് ശബ്ദ്. എക്സാമ്പിൾ രാം, ഗംഗ, നദി എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഗ്രാമറിന് എപ്പോഴും എക്സാമ്പിൾ കോട്ട് ചെയ്യണം. लाक्षणिक शब्द എന്താണ്? उससे मुख्य अर्थ का बोध नहीं होता, किसी रूढ़ी के कारण अन्य अर्थ का बोध होता है. മുഖ്യ അർത്ഥ അല്ല അവിടെ തെളിയുന്നത്. ഇപ്പോൾ രാമു ഗധ എന്ന് പറയുമ്പോൾ രാമു കഴുതയുടെ പോലെ ഒരു മൃഗമാണെന്നല്ല, പക്ഷേ കഴുതയുടെ പോലെ സെൻസില്ലാത്തവനാണ് രാമു എന്നാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ഡിവിഷൻ വ്യഞ്ജക് ശബ്ദ് വേ ഹൈ ജിൻകാ ना तो मुख्य अर्थ लिया जाता है न लाक्षणिक, बल्कि जिनसे कोई रूढ़ अर्थ या सांकेतिक अर्थ लिया जाता है. വ്യഞ്ജക് ശബ്ദം എന്തുവാണ്? മുഖ്യ അർത്ഥം എടുക്കില്ല, ലാക്ഷണിക് അർത്ഥം എടുക്കില്ല, പക്ഷേ വേറെ ഏതെങ്കിലും ഗൂഢമായ ഒരു മീനിങ്ങിനായിരിക്കും ആ വാക്ക് ഉപയോഗിക്കുന്നത്. അതിനെയാണ് വ്യംഗ്യാർത്ഥം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ശബ്ദ വിചാറിൽ ശബ്ദോं का वर्गीकरण, അതിൻ്റെ 3rd വൺ ആണ് अर्थ के आधार पर वर्गीकरण.
ഇനി ഒരു അടുത്ത അപ്ലോഡിങ്ങിൽ കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.